ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഞാൻ മുമ്പ് ചെയ്തിട്ടുള്ളതിനേക്കാളും കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളതാണ്. ആദ്യമായിട്ട് ഞാൻ ഇങ്ങനത്തെ ഒരു ടോപ്പിക്കിലേക്ക് വരുന്നത്. ഇതെൻ്റെ പ്രഗ്നൻസി ടൈമിൽ ചെയ്തൊരു റിസൾട്ടിനെ പറ്റിയാണ്. ആ ടൈമിൽ എനിക്കിത് ചെയ്യാൻ താല്പര്യം ഉണ്ടായില്ല, കാരണം എനിക്ക് ഫുൾ ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ മാക്സിമം ഓരോ സ്കാനിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ പോയി വന്നിട്ട് അതിൻ്റെ റിസൾട്ടും കാര്യങ്ങളും ഷെയർ ചെയ്യുന്നത് എൻ്റെ ഫാമിലിയിലെ കുറച്ച് പേരായിട്ട് മാത്രമാണ്. അപ്പോൾ വളരെ അടുത്ത് ഉള്ള ആൾക്കാരടുത്ത് മാത്രമാണ് ഞാൻ അതിനെ പറ്റി ഷെയർ ചെയ്തിട്ടും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ എനിക്കിങ്ങനെ റിസൾട്ടുകളൊക്കെ ഇങ്ങനെ പറയുമ്പോഴും എനിക്ക് അങ്ങനെയൊക്കെ ആ കാര്യങ്ങളൊക്കെ പോകുമ്പോൾ ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എല്ലാം ഗൂഗിൾ ചെയ്യുക അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ പോലെയുള്ള അമ്മമാരുണ്ടെങ്കിൽ ഞാൻ വളരെ സിമ്പിളായിട്ട് ഈ കാര്യം ഇതെന്താണ് സംഭവം എന്നുള്ളതെന്ന് എനിക്കറിയാവുന്നൊരു അറിവ് വെച്ചിട്ട് ഞാൻ പറയാം. ഞാൻ പറയുന്നത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അറിയുന്ന ആൾക്കാരൊന്നും കമൻറ്റ് ചെയ്യാട്ടാ. ഇങ്ങനെ പറഞ്ഞത് തെറ്റാണ്, ഇതാണ് കറക്റ്റ് എന്നൊന്നും പറഞ്ഞ് കമൻറ്റ് ഇടാം. ഓക്കെ, ഇന്ന് ഞാൻ ഡബിൾ മാർക്കർ ടെസ്റ്റ് എന്ന് പറയുന്ന ടെസ്റ്റിനെ കുറിച്ചാണ് കേട്ടോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിനെപ്പറ്റിയാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഇതെല്ലാവർക്കും അങ്ങനെ എല്ലാ ഡോക്ടേഴ്സും അങ്ങനെ പറയുന്നത് എനിക്ക് അറിയില്ല. ഞാൻ ചോദിച്ചിട്ടുള്ളവരടുത്തൊന്നും അവർ ഈ ടെസ്റ്റിനെ പറ്റി കേട്ടൊന്നുമില്ല. എൻ്റെ ചേച്ചി അങ്ങനെ എല്ലാവർക്കും ഇത് പറയും തോന്നില്ല. അതെന്താവും എന്നോട് പറഞ്ഞു എനിക്കറിയില്ല. ഓക്കെ, ഈ ടെസ്റ്റ് എന്തിനാണ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് ഡൗൺ സിൻഡ്രോം, അതുപോലെ അങ്ങനെ ജനിതക വൈകല്യങ്ങൾ അങ്ങനെ ഉള്ളത് അങ്ങനെയുള്ള വൈകായികൾ കുട്ടിക്ക് ഉണ്ടോ എന്ന് അറിയാനായിട്ടാണ് ഈ ടെസ്റ്റ് ചെയ്യുന്നത്. ഇത് ചെയ്യുന്ന ടൈം എന്ന് പറയുമ്പോൾ ഒരു 10 തൊട്ട് 14 ആഴ്ച ആ ഒരു ടൈം പീരീഡിനുള്ളിലാണ് ഇത് ചെയ്യുക. ഇത് നമ്മുടെ ബ്ലഡാണ് ടെസ്റ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. ബ്ലഡിലുള്ള 2 ഹോർമോൺസ് എടുത്തിട്ടാണ് റിസൾട്ട് കണ്ടുപിടിക്കുന്നത്. ഈ ടെസ്റ്റിൻ്റെ പ്രൈസ് കാര്യങ്ങളെന്ന് പറയുമ്പോൾ 2000 അടുത്ത് വരുന്നുണ്ട്. ഞാൻ ചെയ്തതിൽ വെച്ച് ഏറ്റവും കൂടുതൽ കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു ടെസ്റ്റാണിത്. ഓക്കെ, നമുക്ക് അപ്പോൾ റിസൾട്ടിലേക്ക് പോകട്ടെ. 4 ദിവസം കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ റിസൾട്ട് വരുന്നത്. അപ്പോൾ ഒരു 4 ദിവസം എൻ്റെ മനസ്സിൽ ഭയങ്കര ടെൻഷനും കാര്യങ്ങളും. 4 അല്ല 5 ആണെന്ന് തോന്നുന്നുണ്ട്. ചിലയിടത്ത് 3 ദിവസം, ചിലയിടത്ത് 10 ദിവസം എന്നാണ് ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് അതിൽ നിന്ന് കിട്ടിയത് റെഫറൻസ്. എനിക്ക് എന്തായാലും 5-6 ദിവസം എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ദിവസങ്ങളിൽ ഫുള്ള് എനിക്ക് ടെൻഷനായിരുന്നു. ഫുള്ള് ഞാൻ ഗൂഗിൾ, യൂട്യൂബ് കാര്യങ്ങളൊക്കെ നോക്കായിരുന്നു. റിസൾട്ട് കിട്ടിയപ്പോഴാണ് എനിക്കൊന്ന് സമാധാനമായത്. ഇനി പോസിറ്റീവ് നെഗറ്റീവ് 2 റിസൾട്ടാണ് ഇതിന് ഉണ്ടാവുക. അതിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത് നെഗറ്റീവാണ്. നെഗറ്റീവ് എന്ന് പറയുമ്പോൾ കുഴപ്പമില്ല, വേറെ എന്താ പറയുക, കുഴപ്പങ്ങളൊന്നും കാണാനില്ല എന്നാണ്. അതേസമയത്ത് പോസിറ്റീവ് എന്ന് പറയുകയാണെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും വൈകാരികൾക്ക് സാധ്യതയുണ്ട് എന്നാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കാനാണ് ഈ ഒരു ടെസ്റ്റ് നടത്തുന്നത്. ഇനി പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ തന്നെ വീണ്ടും നമുക്ക് കുറച്ച് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഡോക്ടേഴ്സ് നമ്മളോട് പറയും. അപ്പോൾ ഇങ്ങനെ റിസൾട്ട് ചെയ്തിട്ട് ഇതിൻ്റെ കാത്തിരിക്കുന്ന അമ്മമാരാണെങ്കിൽ ടെൻഷനും കാര്യങ്ങളൊന്നും വേണ്ട, കൂളായിട്ടിരിക്കുക. നമുക്ക് ടെൻഷൻ അടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രഷർ കയറും, അത് വേറെ വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാകും. അപ്പോൾ മാക്സിമം ഈ ഒരു പ്രഗ്നൻസി പീരീഡിൽ ടെൻഷനും കാര്യങ്ങളും ഇല്ലാതെ നോക്കുക. എനിക്കിങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് ലാസ്റ്റ് പ്രഷർ കയറിയതായിരുന്നു. പ്രഷർ കയറിയിട്ട് പ്രഷർ കഴിക്കാൻ മരുന്ന് വരെ ഡോക്ടർ എഴുതി തരാമെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോഴാണ് കുട്ടിക്ക് അനക്കം കൂടിയിട്ട് പെട്ടെന്ന് തന്നെ ഒരു പറഞ്ഞിട്ടുള്ള ഡേറ്റിനേക്കാൾ ഒന്നര ആഴ്ച മുമ്പ് തന്നെ സി സെക്ഷൻ വഴി നോർമൽ ഡെലിവറി ആയിരുന്നു നമ്മൾ വിചാരിച്ചിരുന്നത്. കുഴപ്പമില്ലാതെ നോർമൽ ഡെലിവറിക്ക് പറ്റും എന്നാണ് വിചാരിച്ചത്. പക്ഷെ ഒരാഴ്ച മുൻപും നമുക്ക് അതിന് പറ്റിയില്ല, നമ്മൾ സി സെക്ഷൻ ചെയ്യേണ്ടി വന്നു. അപ്പോൾ പ്രഷർ, ഷുഗർ ഇതൊക്കെ വരാതെ നോക്കുക. ഫുഡൊക്കെ നല്ലപോലെ കൺട്രോൾ ചെയ്യുക. മധുരമൊക്കെ കഴിക്കാം. ലാസ്റ്റ് ടൈം ആകുമ്പോൾ ഓവറായിട്ട് കഴിക്കരുത്. ആ സമയത്താണ് നമുക്ക് പെട്ടെന്ന്, എനിക്കങ്ങനെ കേട്ടോ, ആ സമയത്ത് ആദ്യമൊന്നും ഒരു കുഴപ്പമുണ്ടാവില്ല, റിസൾട്ട് കാര്യങ്ങളൊന്നും ഒരു കുഴപ്പമുണ്ടാവില്ല. ലാസ്റ്റ് ടൈം ആയപ്പോഴാണ് പ്രഷറും ഷുഗറൊക്കെ കയറി അങ്ങനെ ഒരു അനുഭവം ഉണ്ടായത്. അപ്പോൾ എല്ലാം കൂളായിട്ടിരിക്കുക, എല്ലാം നല്ലതിനാണ്, സമാധാനത്തോടെ ഇരിക്കുക. ഓക്കെ, അതുപോലെ ഹാപ്പി ആയിട്ടിരിക്കുക. ഓക്കെ, താങ്ക് യു, ബൈ.